നമസ്കാരം. പ്രവാസികളുടെ പണം പല രീതിയിലാണ് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തട്ടിപ്പും വെട്ടിപ്പുമൊക്കെയാണ്. നിരവധി തട്ടിപ്പിനാണ് പ്രവാസികൾ ഇരയാകുന്നത്. പ്രവാസികളെ ചുറ്റിപ്പറ്റി നിരവധി തട്ടിപ്പുകളാണ് UAE-യിൽ നടക്കുന്നത്. അവയിൽ പ്രധാനമായും വിസ പുതുക്കൽ തട്ടിപ്പ്, സൗജന്യ താമസം, തൊഴിൽ വാഗ്ദാനം തുടങ്ങിയവയൊക്കെയാണ് തട്ടിപ്പുകാർ പ്രവാസികളുടെ അടുത്ത് പയറ്റുന്ന തന്ത്രം. എന്നാൽ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുള്ള തട്ടിപ്പും വ്യാപകമാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളവ. ഇതിനു പുറമെ ഇതിന്റെ മറവിൽ മറ്റൊരു തട്ടിപ്പിനുള്ള സാധ്യതകൾ കൂടി അധികാരികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ മുൻകരുതൽ എടുക്കാൻ ഭരണകൂടം ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകുകയാണ്. എന്താണ് തട്ടിപ്പെന്നല്ലേ പറയാം. അവധിക്കാല യാത്രയ്ക്ക് പുറപ്പെടുന്നവർ വീടുകൾ സുരക്ഷിതമാക്കണമെന്നാണ് റോയൽ ഒമാൻ പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. മോഷണം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വീടുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോലീസ് ആവർത്തിക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ താമസക്കാർ പാലിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുതെന്ന് പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പോകുന്നതിനു മുമ്പ് വീട് പൂട്ടിയെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തതിലേക്ക് വന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ആധുനിക ഗാർഹിക സുരക്ഷാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും ലളിത നടപടികൾ സ്വീകരിക്കുന്നത് മോഷണ സാധ്യത ഗണ്യമായി കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കൃത്യമായ മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുത്. അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിരവധി പ്രവാസികൾക്കാണ് ചെറിയ അശ്രദ്ധയിലൂടെയും ആവശ്യമായ മുൻകരുതലുകളും എടുക്കാത്തതുകൊണ്ട് കയ്യിലെ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. വിദേശത്ത് തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2023-ൽ 14,966 പരാതികളാണ് തൊഴിൽ തട്ടിപ്പ് സംബന്ധിച്ച് ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ നൽകിയത്. ഓരോ വർഷവും തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 2021-ൽ 10,447 പരാതികളും 2022-ൽ 13,349 പരാതികളും തൊഴിൽ തട്ടിപ്പ് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ പ്രവാസികൾ നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലാണ് പരാതികൾ കൂടുതലും. 2023-ലെ കണക്ക് നോക്കിയാൽ കുവൈറ്റിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചതെന്ന് പറയാം. 7,303 പരാതികളാണ് കുവൈറ്റിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ബഹ്റിനിലാണെങ്കിലോ 628. ഇനി ഒമാനിലേക്ക് വന്നാൽ 1,824. ഖത്തറിലാണെങ്കിൽ 1,373. സൗദി അറേബ്യയിൽ 2,585. UAE-യിൽ മാത്രം 1,253 എന്നിങ്ങനെയാണ് പരാതികളുടെ കണക്ക്. ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടതും തൊഴിൽദാതാവിന്റെ ശാരീരികവും മാനസികവുമായ ഉപദ്രവവും എല്ലാം പരാതിയിൽ എത്തിയിട്ടുണ്ട്. വാഗ്ദാനം ചെയ്ത് ശമ്പളം ലഭിക്കാതെ കബളിക്കപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. കാലങ്ങളായി പ്രവാസികളെ ചുറ്റിപ്പറ്റി നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത്. അനേകം പ്രവാസികൾ വിദേശത്ത് ജോലി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പിനിരയാക്കുന്നുണ്ട്. പറഞ്ഞ പണം കൊടുത്ത് വിസയും നേടി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി എത്തുമ്പോൾ അവിടെ അവരെ കാത്തിരിക്കുന്നത് ആടുജീവിതമായിരിക്കും. കരുതിയിരുന്നില്ലെങ്കിൽ പ്രവാസികളെ നിങ്ങളുടെ കയ്യിലെ കാശ് പോകും. കീശ കാലിയാവുന്നതിന് മുമ്പ് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.